കൂട്ടുകാരെ, കഥകൾ കേൾക്കാനും കഥകൾ വായിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ വായിച്ച പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമാണ്. പ്രശസ്ത എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയുടെ കുട്ടിക്കഥകൾ എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചത്. കുഞ്ഞു മക്കൾക്ക് അത് മലയാളത്തിൽ മുഴുവനായിട്ട് തന്നിരിക്കുന്നത് ഗിരീഷ് വയനാട് എന്ന വ്യക്തിയാണ്. എനിക്ക് വായിക്കാൻ കിട്ടിയ പുസ്തകത്തെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പുസ്തകത്തിന്റെ പേര് മൃഗക്കുട്ടികൾ. പേര് പോലെ തന്നെ ഇതിൽ ധാരാളം മൃഗക്കുഞ്ഞുങ്ങൾ ഇതിലുണ്ട്. ആനക്കുഞ്ഞ്, കുതിരക്കുഞ്ഞ്, പൂച്ചക്കുഞ്ഞ്, പട്ടിക്കുഞ്ഞ്, അങ്ങനെ ധാരാളം മൃഗക്കുഞ്ഞുങ്ങൾ ഇതിലുണ്ട്. ഈ പുസ്തകം എഴുതിയ ആളുടെ പേര് അലക്സ് ലപ്തെ എന്നാണ്. എനിക്ക് ഈ പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പുസ്തകം കാണാനില്ല. അവൾ നാട്ടുകാരുടെ അടുത്തും കൂട്ടുകാരുടെ അടുത്തും ചോദിച്ചു, നിങ്ങൾ കണ്ടോ എന്റെ ഒന്നാം പാഠപുസ്തകം? നിങ്ങൾ കണ്ടോ എന്റെ പുസ്തകം? അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് ചിത്രംവര എന്ന ബുക്കിലേത്. ഇനി കിട്ടിയിരിക്കുന്ന പുസ്തകത്തിന്റെ പേര് ഗുണപാതകഥകൾ. ഇതിലെ 9ാമത്തെ ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ 2 കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് കുരങ്ങനും 2 അയൽക്കാരനും. ഇതിൽ ആദിവാസി ഗോത്രത്തിലെ 2 കുട്ടികളാണ് ഈ കഥയിലെ മുഖ്യ കഥാപാത്രങ്ങൾ. ഈണ്ടമണയും കുഞ്ഞന്മാരും കുട്ടിയമ്മയും. ഇത് എഴുതിയത് ഗിഫ് മലാറ്റൂർ എന്നതായിരുന്നു. മരത്തിൽ കയറി പുലി വരച്ചത്. ബാക്കിയുള്ള 3 പേർക്കും മരത്തിൽ കയറാൻ പേടിയായിരുന്നു. ദുഷ്ടനായ മാന്ത്രികനും ആലാമുദ്ദീനും ഒരു പാവഭൂതവുമുണ്ട്. അലാമുദ്ദീൻ ആദ്യമായി അത്ഭുതങ്ങൾക്ക് കിട്ടുകയാണ്. ബുദ്ധിമാനായ ആട്ടിൻകുട്ടി ചെന്നായന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഈ കഥയിൽ കാണിക്കുന്നത്. തത്തേനെ കൊത്തുന്നതാണ്. ആ തത്ത കരയുന്നു. അപ്പോൾ ആ തത്തേനെ കാക്കടനെടുത്ത് രക്ഷിച്ചു. ആട്ടിൻകുട്ടിയെ കാത്ത് ഒരു നായക്കുട്ടി സ്കൂളിന്റെ പുറത്തിരിക്കുന്നു. മഴയും വന്നു, വെയിലും വന്നു. കുറെ ആളുകൾ അത് വഴി നടന്നും പോയി. മീൻകാരനും വന്നു. എന്നിട്ടും അവിടെ തന്നെ പുണ്യാണ്. ഇതിൽ 10 ഗുണപാഠങ്ങളാണ് ഉള്ളത്. ഇതിലെ കഥാപാത്രങ്ങൾ ആനയോ കുരങ്ങനുമാണ്. ഞാൻ വായിച്ചതിന്റെ പേരാണ് മുല്ലങ്ങൾ നക്ഷത്രങ്ങൾ. ഈ കഥ എഴുതിയത് അയ്യപ്പനാണ്.